അപ്പോൾ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ നമ്മൾ റൺ ചെയ്യാൻ നേരത്തെ നമ്മൾ മെയിൻ ഒരു മാനദണ്ഡം നമ്മൾ പാലിക്കണം. വീക്കിലി 2 അല്ലെങ്കിൽ 3 വീഡിയോസ് ഉറപ്പായിട്ട് ഇടും. അപ്പോൾ ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിരിച്ചു വരവിൽ ഞാൻ 2-3 അനൗൺസ്മെന്റ് ചെയ്യണം. പക്ഷെ കുറച്ചുകൂടെ നമ്മളൊന്ന് പ്രോഗ്രസ് ആയിട്ട് തിങ്ക് ചെയ്താൽ നമുക്ക് ഇതിലും നല്ലൊരു കരിയർ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് കിട്ടിയാൽ നമുക്ക് ഇതിലും നല്ല കോഴ്സുകൾ നമ്മൾ ചേരാം. ഇതിലും നല്ലപോലെ ശമ്പളം കിട്ടുന്ന നല്ലപോലെ അഭിമാനപ്പെടുത്തുന്ന ജോലി നമുക്ക് നേടാൻ സാധിക്കും. ഹായ്, വൈ ഐ ക്വിറ്റ് യൂട്യൂബ്? ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴായി പല നാളായി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് ഒരു വീഡിയോ ഇടും. ഇനി വീക്കിൽ നമ്മുടെ ഒരു ക്ലാസ്സസ് ഉണ്ടാവും, പല പല സബ്ജക്ട് ഞാൻ എടുക്കും, അങ്ങനെ പലതും അങ്ങനെ അടിച്ചു വിടും. എന്നിട്ട് ഞാനൊരു അനൗൺസ്മെന്റ് അങ്ങനെ വീഡിയോ റിലീസ് ചെയ്യും. പക്ഷെ ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഒരു 3-4 മാസം എന്നെ കാണാനേ കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അത് പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ദിനേശ് നായിക്. BSc മാത്സ് ആണ് എൻ്റെ ഡിഗ്രി. അപ്പോൾ ഞാൻ നിങ്ങളെ പോലെ തന്നെ PSC ആദ്യമേ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഈ ഒരു ഫീൽഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് പതിയെ ഞാൻ ഡയറക്റ്റ് RRBയിലോട്ട് മാറി, റെയിൽവേ എക്സാമുകളിൽ, പിന്നെ SSC എക്സാമുകളിൽ. പിന്നെ ആ 2 എക്സാമുകൾ മാത്രമായിരുന്നു എൻ്റെ ഫോക്കസ്, SSC, റെയിൽവേ. അപ്പോൾ പഠിച്ച് പിന്നെ പഠിപ്പിക്കാനുള്ള ഒരു നോളജ് കിട്ടിയപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയ വന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ നമ്മൾ റൺ ചെയ്യാൻ നേരത്തെ നമ്മൾ മെയിൻ ഒരു മാനദണ്ഡം നമ്മൾ പാലിക്കണം. വീക്കിലി 2 അല്ലെങ്കിൽ 3 വീഡിയോസ് ഉറപ്പായിട്ട് ഇടണം. കാര്യം എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ കിട്ടണം. എന്നാൽ മാത്രമേ അവർക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് എക്സാമിൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന ഇത് എൻ്റെ ഒരു പാർട്ട് ടൈം വർക്കാണ്. ജസ്റ്റ് ഒരു പാഷൻ പോലെ ഒരു പാർട്ട് ടൈം വർക്കാണ്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു സമയം, അതിലൊരു തുച്ഛമായ ഒരു സമയത്തെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ രണ്ടാമത്തെ ഞാൻ നേരിട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന ഈ വീഡിയോ എടുക്കുന്നത്, കണ്ടന്റ് സെറ്റ് ചെയ്യുന്നത്, പിന്നെ എഡിറ്റിങ്, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, തംബ്നെയിൽ ക്രിയേഷൻ, അങ്ങനെ A to Z എല്ലാ വർക്കും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോയ്ക്ക് തന്നെ മിനിമം ഒരു 4-5 ദിവസം വേണ്ടി വരും ഒരു വീഡിയോ എനിക്ക് സെറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ആദ്യ സമയത്തെങ്കിൽ, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആദ്യ സമയത്തൊക്കെ ഇതൊക്കെ ഞാൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നു. പക്ഷെ പോകെ നമ്മുടെ ഏജ് കുറച്ച് കൂടുതൽ പിന്നെ വീട് പണി, അങ്ങനെ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് വർക്ക് വന്നതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് ഇത് നിർത്തേണ്ടതായിട്ട് വന്നു, കുറച്ച് ഗ്യാപ്പ് ഇടേണ്ടതായിട്ട് വന്നു. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും എന്ന് നമ്മൾ കരുതും. പക്ഷെ പിന്നെ എന്തെങ്കിലുമൊക്കെ വന്ന് അത് നിന്നു പോകും. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിരിച്ചു വരവിൽ ഞാൻ 2-3 അനൗൺസ്മെന്റ് ചെയ്യണം. ഞാൻ മെയിൻ ആയിട്ട് മാത്സ്, റീസണിങ് ഈ 2 സബ്ജക്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ 2-3 സബ്ജക്റ്റുകൾ കൂടി ആഡ് ചെയ്യാണ്. കറണ്ട് അഫയേഴ്സ്, പിന്നെ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ഒരു 5-6 സബ്ജക്റ്റുകൾ കൂടി ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല. അതുമൂലം നമ്മൾ എല്ലാവരും ക്രൗഡ് ഫോളോ ചെയ്യുന്നു. അതായത് ഈ PSC പഠിക്കുന്നവരായിക്കോട്ടെ, റെയിൽവേ പഠിക്കുന്നവരായിക്കോട്ടെ, SSC പഠിക്കുന്നവരായിട്ട്, അതെല്ലാവരും അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അങ്ങോട്ട് കയറി ചെന്നല്ല. ഒരു 90% ആൾക്കാർ എല്ലാവരും ക്രൗഡ് ഫോളോവേഴ്സ് ആണ്. ഇപ്പൊ എനിക്കൊരു നാളെ ഒരു രാവിലെ LD ക്ലർക്ക് എക്സാം എഴുതാം, അല്ലെങ്കിൽ നാളെ എനിക്ക് essay ആകണം, അങ്ങനെ ആഗ്രഹത്തോടെ എഴുതുന്ന ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ക്രൗഡ് ഫോളോവേഴ്സ് ആണ്. ഇത് ക്രൗഡ് ഫോളോവേഴ്സ് വരാൻ ഉള്ള മെയിൻ കാരണം എന്താ? അവർക്കൊരു നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ 10 കഴിഞ്ഞ് നിങ്ങൾ എന്ത് കോഴ്സ് എടുക്കണം, ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, അതേപോലെ തന്നെ +2 കഴിഞ്ഞ് നിങ്ങൾ എന്ത് കോഴ്സ് എടുക്കണം, ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡൻസ് കിട്ടിയെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിനും നല്ലൊരു പോസ്റ്റ് കിട്ടിയാണ്. ശരിക്കും നമ്മളൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച് അല്ലെങ്കിൽ +2 പഠിച്ച് നമ്മൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗത്തിൽ കയറിയാൽ അതേ കിട്ടുന്ന സാലറി അതിനേക്കാൾ ഡബിൾ ട്രിപ്പിൾ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നില്ല. നമ്മൾ ക്രൗഡ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് സൊസൈറ്റിയിൽ നല്ലൊരു പേര് കിട്ടണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മൾ ഒരു അഭിമാനമാക്കണം, നമ്മുടെ പേരിൽ അവരൊന്ന് അഭിമാനിക്കണം. അതിനെന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് PSC ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്റർ ചേരുന്നു, എന്നിട്ട് നമ്മളൊരു PSC നല്ല ഒരു 5-6 വർഷം പഠിക്കുന്നു, എന്നിട്ട് നമ്മളൊരു ഗവൺമെന്റ് ജോലി മേടിക്കുന്നു, എന്നിട്ട് ഡയറക്റ്റ് എല്ലാവരും അഭിമാനപ്പെടുത്തുന്നു. നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അഭിമാനപ്പെടുത്തുന്നു, നമ്മളും നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ച് അഭിമാനപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ കുറച്ചുകൂടെ നമ്മളൊന്ന് പ്രോഗ്രസ് ആയിട്ട് തിങ്ക് ചെയ്താൽ നമുക്ക് ഇതിലും നല്ലൊരു കരിയർ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് കിട്ടിയാൽ നമുക്ക് ഇതിലും നല്ല കോഴ്സുകൾ നമ്മൾ ചേരാം. ഇതിലും നല്ലപോലെ ശമ്പളം കിട്ടുന്ന നല്ലപോലെ അഭിമാനപ്പെടുത്തുന്ന ജോലി നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളൊരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന് എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ട്,
ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞാൽ +2ന്റെ ഈ ഒരു സബ്ജക്ട് വെച്ച് നമുക്ക് എന്തൊക്കെ കോഴ്സുകളിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും, അതിൽ എത്രയേറെ സാധ്യതകളുണ്ട്. ഇനി നമുക്കിപ്പോൾ ഫോറിൻ കൺട്രിയിൽ പോകണമെങ്കിൽ അവിടെ പോകണമെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് അവിടെ ഉള്ളവർക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കൂടി നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഇനി സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു റീ എൻട്രിയിൽ ഞാനും കുറച്ച് പ്രോഗ്രസ് ആയിട്ട് തിങ്ക് ചെയ്തു. ഞാനൊരു ഐപാഡ് മേടിച്ചു, പെൻസിലും മേടിച്ചു. ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിരുന്നത് ലാപ്ടോപ്പ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരു വീഡിയോ എനിക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഐപാഡ് മേടിച്ചത്, പെൻസിലും മേടിച്ചത്. കാരണം ക്ലാസ് എടുക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് എന്തായാലും മാത്സ് അല്ലെങ്കിൽ റീസണിങ് നമുക്ക് ചെയ്ത് തന്നെ കാണിക്കണം, ഓരോ സ്റ്റെപ്പ് കാണിക്കണം. ഇപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ജസ്റ്റ് 1 ലൈൻ ആൻസർ ആണ്. പക്ഷെ ആ ഒരു സ്റ്റെപ്പിലോട്ട് എത്താൻ, ആ ഒരു 1 ലൈനിലോട്ട് എത്താൻ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ. അപ്പോൾ അതെന്തായാലും എനിക്ക് കാണിച്ചു തന്നാലേ അത് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഐപാഡും മേടിച്ചു, പെൻസിലും മേടിച്ചു. അപ്പോൾ ഇനി മുതൽ ഒരു വീക്കിൽ 2 അല്ലെങ്കിൽ 3 വീഡിയോസും ഒരു 5-6 ഷോർട്സും ഇടാൻ സാധിക്കുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് വൈബോടെ പഠിക്കുക മാത്രമല്ല സ്റ്റോറി കൂടി കേൾക്കുക. സ്റ്റോറി ജയിച്ചവരുടെ അല്ല, തോറ്റവരുടെ സ്റ്റോറി കേൾക്കുക. കാരണം അവരുടെ സ്റ്റോറിയിലായിരിക്കും നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാൻ കിട്ടുന്നത്. അവരുടെ സ്റ്റോറി നമുക്ക് അവർ ചെയ്ത മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ സക്സസ്സിൽ എത്തുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ താങ്ക് യു.